ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീഡിയോസ് എല്ലാം യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ഓപ്ഷനാണ് വിസിബിലിറ്റി എന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഈ വിസിബിലിറ്റി ഓപ്ഷനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ വിസിബിലിറ്റി എന്നതിൽ നമുക്ക് കാണാൻ സാധിക്കുക നമുക്ക് ഇത് എപ്പോഴാണ് നമ്മുടെ വീഡിയോ പബ്ലിഷ് ചെയ്യേണ്ടത്, അതുപോലെ ആർക്കെല്ലാമാണ് നമ്മുടെ വീഡിയോ കാണേണ്ടത്, ഇതെല്ലാം നമുക്ക് ഈ വിസിബിലിറ്റി എന്നതിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ പ്രൈവറ്റ് ആയി നമ്മൾ വീഡിയോ സെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഇതുകൊണ്ടുള്ള കാര്യം എന്ന് നോക്കാം. നിങ്ങൾ പ്രൈവറ്റ് ആയി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് മാത്രമായി നമ്മുടെ ഈ ഒരു വീഡിയോ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന കുറച്ച് പേർക്ക് അവർക്ക് മാത്രമായി നമുക്ക് ഇത് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനാണ് ഇവിടെ നമുക്ക് ആർക്കെല്ലാമാണ് ഈ വീഡിയോ കാണേണ്ടത് എന്നെല്ലാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ ഷെയർ പ്രൈവറ്റ്ലി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആരെയെല്ലാമാണ് ഇൻവൈറ്റ് ചെയ്യേണ്ടത് അവരുടെ ഇമെയിൽ അഡ്രസ് നമ്മൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അവർക്ക് ഈ വീഡിയോസ് കാണാനും സാധിക്കും. ഇത്തരത്തിൽ നമ്മൾ പ്രൈവറ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് പേർക്കെല്ലാമാണ് ഈ വീഡിയോ കാണാൻ സാധിക്കുക. അടുത്തതായി അൺലിസ്റ്റഡ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. അൺലിസ്റ്റഡ് എന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ പബ്ലിക്കിന് നമ്മൾ ഈ ഒരു വീഡിയോ ലഭിക്കുന്നില്ല. എന്നാൽ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ആർക്കെങ്കിലും നൽകുകയാണെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവർക്കെല്ലാം ഈ വീഡിയോ കാണാൻ സാധിക്കും. അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മെമ്പേഴ്സ് ഓൺലി എന്ന ഓപ്ഷനാണ്. മെമ്പേഴ്സ് ഓൺലി എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മെമ്പേഴ്സിന്, അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രിപ്ഷൻ എല്ലാം എടുത്ത് അല്ലെങ്കിൽ ജോയിൻ ബട്ടൺ എല്ലാം ക്ലിക്ക് ചെയ്ത് നമ്മുടെ മെമ്പറായ ആളുകൾക്ക് അവർക്ക് മാത്രമായി നമുക്ക് വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ മെമ്പേഴ്സ് ഓൺലി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പബ്ലിക് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ഇത് പബ്ലിക്കായി നമുക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും കാണുന്ന തരത്തിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്രകാരം ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പബ്ലിഷ് എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പബ്ലിഷ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് കൂടി ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ വീഡിയോ ഇവിടെ താഴെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇപ്പോൾ ഇത് ചെക്കിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതായത് നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അതായത് കോപ്പിറൈറ്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്ലെയിം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുക. ഇപ്രകാരം ഈ ചെക്കിങ്ങിന് ഇപ്പോൾ 10 മിനിറ്റ് കൂടി എടുക്കുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതിനാൽ തന്നെ നമ്മൾ ഇപ്രകാരം ഇത് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മോണിറ്റൈസ്ഡ് ആയ ഒരു ചാനലാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള വരുമാനം എല്ലാം നേടണമെങ്കിൽ ഈ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം പബ്ലിഷ് എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇപ്രകാരം പബ്ലിഷ് കൊടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്ന കുറച്ച് വ്യൂസിൽ നിന്നുള്ള വരുമാനമൊന്നും നമ്മുടെ ചാനലിലേക്ക് ലഭിക്കില്ല. അതിനാൽ തന്നെ ഞാൻ ഇത് ക്യാൻസൽ ചെയ്തതിന് ശേഷം ഇവിടെ ഈ ചെക്കിംഗ് എന്നത് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഇത് ഡയറക്റ്റായി പബ്ലിഷ് എന്ന് കൊടുക്കാം. അതിനാൽ തന്നെ നമ്മുടെ ആഡ് റവന്യൂ ഒന്നും നമുക്ക് നഷ്ടപ്പെടുകയുമില്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പബ്ലിക് എന്നതിൽ സെലക്ട് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഇനി അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്കെഡ്യൂൾ എന്നതാണ്. ഈ സ്കെഡ്യൂൾ എന്നത് കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീഡിയോ എപ്പോഴാണ് നമ്മൾ പബ്ലിഷ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇപ്രകാരം നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഏത് ഡേറ്റിലാണ് നമുക്കിത് പബ്ലിഷ് ചെയ്യേണ്ടത് ഇപ്രകാരം നമുക്ക് സ്കെഡ്യൂൾ ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ അടുത്ത ദിവസം അല്ലെങ്കിൽ അതിനടുത്ത ദിവസം എല്ലാം വേണമെങ്കിൽ ഒക്ടോബർ 9 എന്നാണ് ഇപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത്. അതിനുശേഷം ഏത് സമയത്ത് ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യണം അതും നമുക്കിവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ 4:30 PM എന്നാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇപ്രകാരം സ്ക്രോൾ ചെയ്ത് 4:30 PM എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൽ സ്കെഡ്യൂൾ എന്നതിൽ ടാപ്പ് ചെയ്യാം. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന സമയത്ത്, അതായത് ഒക്ടോബർ 9 4:30 PM ഈ വീഡിയോ പബ്ലിഷ് ആകുന്നതാണ്. അതിനാൽ തന്നെ ആ സമയം മുതൽ നിങ്ങളുടെ വ്യൂവേഴ്സിന് നിങ്ങളുടെ വീഡിയോ എല്ലാം കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് എല്ലാമാണ് നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വിസിബിലിറ്റി ടാബിൽ പോയാൽ കാണാൻ സാധിക്കുക.
ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്